സമസ്തയുടെ ഇതുവരെയുള്ള നീക്കങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ടൊരു സമൂഹമുണ്ട്. അഥവാ ലാത്ത, ഉസ്സ, മനാത്ത പോലെയുള്ള ബിംബങ്ങളെ, വിഗ്രഹങ്ങളെ അവർക്ക് മുമ്പിൽ അള്ളാഹുവിന് കൊടുക്കേണ്ട കാര്യങ്ങൾ അവരെ മുമ്പിൽ സമർപ്പിച്ച്, എന്നാൽ അള്ളാഹുവിനെ അവർക്കറിയാം. ഇപ്പോൾ മഴ വർഷിപ്പിക്കുന്നത് ആരാണ്, അതേപോലെ സൃഷ്ടിച്ചത് ആരാണ്, പിന്നെ തദ്ബീർ നിയന്ത്രണം ആരാണ്, ഇതൊക്കെ ഉത്തരം എന്താണ്, അന്നം തരുന്നത് ആരാണ്, ഉത്തരം അള്ളാഹ് എന്നാണ്. അതെ, അള്ളാഹ് എന്ന് പറയും. അതേപോലെ തന്നെ ഒരു പ്രതിസന്ധി അവർക്ക് വന്നാൽ, ഇപ്പോൾ കടലിലകപ്പെട്ടു, ശക്തമായ പ്രയാസം ഉണ്ടായി, അവരവിടെ അള്ളാഹ് വിളിക്കണത്. അപ്പോൾ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് തന്നെ അതിരൂക്ഷമായ രൂപത്തിൽ അള്ളാഹുവിൽ ശിർക്ക് വെച്ചിരുന്ന ആളുകളാണ് ആര്, അന്നത്തെ ആളുകൾ. അപ്പം അന്ന് അവർ പറഞ്ഞിരുന്ന 4 കാരണങ്ങളുണ്ട്. അത് പണ്ഡിത ലോകം ശക്തമായ ചർച്ച ഓരോ കാലഘട്ടങ്ങളിലും നടത്തി വന്നതാണ്. എന്തുകൊണ്ട്? സമാനമായ കാരണങ്ങളാണ് ഷിർക്കിൻ്റെ വക്താക്കൾ ഓരോ കാലഘട്ടത്തിലും എടുത്തു കാണിച്ചിട്ടുള്ളത്. അതിലൊന്നാണ് പിന്നെ ഈ ഇപ്പോൾ അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ, അതുപോലെ അമ്പിയാക്കളെ, സ്വാലിഹീങ്ങളെ, അല്ലെങ്കിൽ മറമാടപ്പെട്ടവരെ ഒക്കെ അവരെ സമീപിക്കുന്നത്, അവരെ വിളിക്കുന്നത്, അവർക്ക് സഹായിക്കാനുള്ള കഴിവ് അല്ലാഹ് കൊടുത്തിട്ടുണ്ട്. ഇത് സമസ്ത അടിസ്ഥാനപരമായി ഇവിടെ പഠിപ്പിച്ചൊരാശയമാണ്. അപ്പോൾ ഇത് നാട്ടിക മൂസ മുസ്ലിയാർ എഴുതിയിട്ടുള്ള തൗഹീദും ഷിർക്കും എന്ന പുസ്തകം, EK സമസ്തയുടെ ഭാഗത്തുണ്ടായിരുന്ന പണ്ഡിതനാണ് നാട്ടിക മൂസ മുസ്ലിയാർ. അദ്ദേഹം പിന്നെ അതിൻ്റെ 12ാമത്തെ പേജിൽ പറയാണ്, നാം അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് ചില കാര്യങ്ങൾ ആവശ്യപ്പെടാറുണ്ട്, അവർക്ക് മഹത്വം കൽപ്പിക്കാറുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ നൽകാനുള്ള കഴിവ് അള്ളാഹു അവർക്ക് കൊടുക്കുന്നതാണ് ഇതിന് കാരണം. അപ്പോൾ യഥാർത്ഥത്തിൽ അന്നത്തെ മുശ്രിക്കിൻ്റെ തെൽബിയത്ത്, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് തെൽബിയത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു മതി മതി എന്ന് പറഞ്ഞു, നിർത്തിയും. പക്ഷേ ഇല്ലാ ശരീക്കൻ വലക തംലികു മാമലക്ക്, ഒരു പങ്കുകാരൻ നിനക്കുണ്ട്, ആ പങ്കുകാരനും അവൻ്റെ കഴിവൊക്കെ നീ ഉടമപ്പെടുത്തിയതാണ്, എന്നാണ് നീ കൊടുത്തതാണ് അവന് ഞങ്ങളെ സഹായിക്കാനും ഞങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ തരാനും. അപ്പോൾ അതേ ഒരു കാരണമാണ് ഇന്നും സമസ്ത എന്ത് ചെയ്യണത് പറയുന്നത്. രണ്ടാമത്തത്, ഈ പിന്നെ ജാറങ്ങളിലും മഖബറുകളിലുമൊക്കെ ഉള്ളവർ ശുപാർശകരാണ് എന്നാണ് ഇവർ സമൂഹത്തെ പറയുന്ന മറ്റൊരു കാര്യം. ഇതൊക്കെ തൗഹീദിൻ്റെ പേരിലാണ് പറയണത്. യഥാർത്ഥത്തിൽ അന്ന് അവർ പറഞ്ഞു ഹാവുലായി ഷുഫാവുന ഇൻദല്ലാ, ഈ ലാത്തി ഉസ്സി മനാത്തൊക്കെ ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ശുപാർശകരാണ് എന്നവർ അന്ന് പറഞ്ഞു. അതേ കാരണമാണ് ഇന്നും ഇവരെടുത്തുള്ളത്. മൂന്നാമത്തെ കാരണം, അള്ളാഹുവിലേക്ക് ഞങ്ങൾക്ക് അടുക്കാനൊരു വഴി വേണം, അതിനാണ് ഞങ്ങൾ ഈ ഇടയാളന്മാരെ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇല്ലാലി യുഖർരിബൂന ഇലല്ലാഹി സുൽഫ, ഖുർആൻ അതിന് എടുത്തു പറഞ്ഞ് കൃത്യമായ മറുപടി കൊടുത്തു. ഇതേ കാര്യം ഈ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനാണ് എന്നൊക്കെ. ഇപ്പോൾ ഇത് മങ്കൂസ് മൗലിദ് വ്യാഖ്യാനം, ഇത് എഴുതിയിട്ടുള്ളത് മുക്കം മുഹമ്മദ് ബാക്കവിയാണ്. ഇതിൽ കാണാം ഇസ്ലാമിൽ ഇല്ലാത്തൊരു വാദം പറയാം. ഇതിൻ്റെ 81ാമത്തെ പേജിൽ, നബിയില്ലാതെ അള്ളാഹുവിലേക്ക് മുന്നിടുന്നത് സ്വീകാര്യമല്ല. അപ്പോൾ ഇങ്ങനെ ഒരു ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാധനയായി അല്ലെങ്കിൽ അതിൻ്റെ വഴിയായി എന്ത് പഠിപ്പിച്ചോ അതാണ് ശറഅ്. പക്ഷേ അതിലെന്തില്ല, എന്നെ ഇടയിൽ വെച്ച് നിങ്ങൾ അള്ളാഹുവിലേക്ക് തേടണം എന്ന ഒരു സംഗതി ഇല്ല. ഇത് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി അന്ന് മുശ്രിക്കുകൾ പറഞ്ഞൊരാശയമാണ്. ഇനി 4ാമത്തെ കാര്യം, അവർ പറഞ്ഞു ഞങ്ങളെ പൂർവികരൊക്കെ ഇങ്ങനെയാണ് ചെയ്ത് കണ്ടത്. ഇന്നൊക്കെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ വരെ ഇത്തരം മുസ്ലിയാക്കന്മാരുടെ പ്രസംഗം കേട്ടിട്ട് പറയും പൂർവ്വകാലത്തെ ആളുകൾ അങ്ങനെ ചെയ്തതല്ലേ, നമ്മളതിനെ എതിർക്കാൻ പറ്റുമോ, ചോദ്യം ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ എത്രത്തോളം വെച്ചാൽ ഒരു 100 കൊല്ലം മുമ്പുള്ള അവസ്ഥ നോക്കിയാൽ മതി എന്നാണ് ഉസ്താദുമാർ പറയുന്നത്. 100 കൊല്ലം അല്ല, ഇസ്ലാമിൻ്റെ ആദ്യ തലമുറയെ നോക്കണം. ആ ഉത്തമ തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവർ എവിടെ നിന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അത് ഖുർആൻ എടുത്തു പറഞ്ഞൊരു കാരണമാണ്. ഈ 4 കാരണങ്ങളിലൂടെയാണ് സമസ്ത അവർ പറയുന്ന തൗഹീദിനെ കൊണ്ടുപോകുന്നത്.